ഇന്ന് നടന്നിരിക്കുന്നത് സത്യത്തിൽ സോളിഡാരിറ്റി പ്രഖ്യാപനമല്ല, മറിച്ച് തികഞ്ഞ അർത്ഥത്തിലെ സാഡിസമാണ്. നീ ഒരു പോരാളിയാണ്ട പ്രസന്ന, ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ഹർത്താലിന്റെ പേരിൽ മനുഷ്യന്റെ പൊതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ, വാഹന ഗതാഗതത്തിനെ, ഓഫീസിന്റെയും കടകളുടെയും പ്രവർത്തനത്തിനെ തടയുന്ന ആൾക്കാരെ ഹർത്താൽ അനുകൂലികളെന്നല്ല, ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. അക്രമം നടത്തുന്നതിന് വേണ്ടി ഒരു ഹർത്താലിൽ ഒരാൾക്കും നമ്മുടെ നാട്ടിൽ അധികാരം നൽകുന്നില്ല. അത് നിയമങ്ങളോ ഭരണഘടനയോ കോടതിയോ നൽകുന്നില്ല. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അങ്ങനെ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉപജീവന മാർഗത്തിനെ തടയുന്ന പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നടന്നിരിക്കുന്നതിന് തെമ്മാടിത്തരം എന്നാണ് പറയുന്നത്. ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടിത്തരം. ചെയ്യുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. അത് ഒരു പ്രശ്നമല്ലല്ലോ. അത് പ്രശ്നമാണ്, എനിക്കത് പ്രശ്നമാണ്. രോഗികളായിട്ടുള്ള നിരവധി മനുഷ്യർക്കാണ് ഇന്ന് നീതി നിഷേധിക്കപ്പെട്ടത്. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി. ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ നാട്ടിലെ ഒരു ഗുണ്ടയുടെ അനുമതി വാങ്ങണം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ്? ഞാൻ നോക്കിയില്ല, കാണിച്ചുതരാം. രോഗിയോട് അങ്ങനെ പറയാം, ഞാൻ ക്യാൻസർ പേഷ്യന്റാ. ചേട്ടാ, ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. ഷോ കാണിച്ചാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ആ പറയുന്നവന്റെ പിതാശ്രീ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. അല്ല, ചെറ്റവർത്താനം പറയല് മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്.